അപ്പൊ ഒരു പുന്നാര പുണ്ടച്ചി മോൻ എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇതാക്കിയത്. ഞാനായിട്ട് അങ്ങോട്ട് വള്ളി പിടിക്കാൻ പോകില്ല. ഇവന്റെ ഫാൻസ് ഉണ്ടാക്കുന്ന ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ അവിടെ വെക്കാം. അതൊക്കെ അവിടെ നിക്കട്ടെ. ആദ്യം ഇവന്നെ റിയാക്ട് ചെയ്തേക്കാം. പിന്നെ ഒറ്റൊരു കാര്യം, 18 വയസ്സിന് താഴെയുള്ള പാലും കുപ്പികൾ പോവുക. ഇവിടെ കണ്ടുപോരുത്, ഈ ഭാഗത്ത് കണ്ടുപോരുത്, സ്കിപ്പ് അടിച്ച് പോകണം. ഞാൻ അത്രയ്ക്കും കൊടുങ്ങല്ലൊരു ഭരണി അവനെ പറയും, എനിക്ക് അത്രയും ദേഷ്യം പിടിച്ചിട്ട്. അപ്പം നമുക്ക് ഈ പുണ്ടച്ചിമോൻ നിന്ന് എന്താ ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് കേട്ടോ. എന്താ ചെയ്യാ, എന്തൊരു കലികാലാണ്. നിന്റെ വണ്ടി വെച്ച് ഒരേടാ മയിലേ അവിടെ കുണ്ണ നിനക്ക് സ്വന്തമായിട്ട് ഫക്ക് കളിച്ചിട്ട് കയ്യിൽ തുപ്പടാ. എന്തൊരു കലികാലാണ്. നിന്റെ വണ്ടി വെച്ച് ഒരേടാ മയിലേ അവിടെ കുണ്ണ നിനക്ക് ഓരോരുത്ത മീശ ഇങ്ങനെ പിരിക്കല്ലേ ഓരോ. അവർക്ക് അത്ര വിഷമാണെങ്കിൽ നിനക്ക് എന്തിന് ഒരേടാ മയിലേ അവിടെ കുണ്ണ നിനക്ക് അവർക്ക് അത്ര വിഷമാണെങ്കിൽ നിനക്ക് കൊഞ്ഞിനെ കാണിക്കണാടാ. എത്ര വയസ്സുണ്ടാ നിനക്ക്? നാണല്ലത്തോനെ ഇവനൊക്കെ നിനക്ക് പെണ്ണല്ല പറയിട്ട് നിന്റെ ഈ സ്വഭാവം വെച്ച് മീശ വരിച്ചേട്ടാ. മീശ വരിച്ച് കഴിഞ്ഞാൽ കലിപ്പാണെന്ന് പറഞ്ഞാട്ടാ. മീശ വരിച്ച് കഴിഞ്ഞാൽ സീന. പുണ്ടച്ചി മോനെ, നീ സായിപ്പോപ്പി ആവാൻ നോക്കിയാലേ സായിപ്പോപ്പിന്റെ കൊട്ടപ്പറ ആവുള്ളൂ. ഞാൻ കണ്ട് സായിപ്പിന്റെ കൊട്ടപ്പറയാൻ കണ്ടു കേട്ടാ. അവൻ ഇതുപോലെ സായിപ്പ് കൊടുത്തു പോയി വായി കൊടുത്തവന് കറക്റ്റ് ആയിട്ട്. അതാണ് മനസ്സിലായത് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പറ. മനസ്സിലാക്കണം, നീ ആളറിഞ്ഞ് കളിക്കണം. നീ ആളറിഞ്ഞ് കളിച്ചില്ല. നീ എന്താ ഇന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക? ഉടുപ്പുണ്ടടാ. എത്ര പേരടാ നമ്മളെ ലൈവ് കാണുന്ന? 3627 പേര്. നിനക്ക് എത്ര സബ്സ്ക്രൈബ് ഉണ്ട് ബ്രോ? 3200. ഓക്കെ. അപ്പൊ ഞാൻ റീച്ചിന് വേണ്ടിയാണ്, ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യണം. അതിൽ അവൻ പറഞ്ഞതിൽ ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്. നിന്റെ തലയിൽ തീട്ടാണോ സത്യം പറഞ്ഞാല്? എന്താ ഞമ്മളൊന്നും ഗെയിമർ അല്ല വിചാരിച്ചിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിക്കരുത്. നിന്റെ ഫാൻസിന് ഞാനുള്ള മറുപടി തരാം. അതവിടെ പുണ്ടച്ചി, ഒരു കാര്യമില്ലാണ്ട് നീ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുക. നിന്റെ ചെറുപ്പനെ അടിച്ചു പൊളിക്കുന്ന നായെ മോനെ. എന്റെ അടിച്ചങ്ങ് നീ പറഞ്ഞ നീ എവിടെ പറഞ്ഞ ഞാൻ നിന്റെ അടികൊള്ള ഞാൻ അങ്ങോട്ട് വിട്ടോട്ട് വരട്ടെ അതോ നീ ഇങ്ങോട്ട് വരണ? ഞാൻ എവിടാന്ന് വെച്ച് കഴിഞ്ഞാ അണ്ണൻ പറയണ സ്ഥലത്തോട്ട് വരാം. അണ്ണന്റെ അടികൊള്ളാൻ അണ്ണൻ പറയണ സ്ഥലത്ത് ഞാൻ വരുന്നതായിരിക്കും എന്ന് അറിയിച്ചു കൊള്ളുന്ന ഈ ഒരു ക്ഷണത്തിൽ. ഒരു സെക്കൻഡ് എടാ, ഞാൻ ഇപ്പൊ സ്റ്റാർട്ടായില്ലല്ലോ. ആ ഓക്കെ, അണ്ണൻ പറയുന്നിടത്ത് ഞാൻ വരാം. അണ്ണന്റെ അടി ഞാൻ ഇതാ എനിക്ക് ടെൻഷനായി ഞാൻ ശരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ആരടാ നിന്റെ വിചാരോ? നിന്നെ ഞാൻ പേടിക്കുന്ന? നീ ഓലത്തും കൊണ്ട ഞാൻ നായ. ഇവന്റെ അയ്യോ അയ്യോ ഇതിനെ അടിക്കും. സീന ചേട്ടാ, സീന ഇതിനെ അടിക്കല്ലേ. ഫാൻസ് പുണ്ടച്ചുകള് കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് നിങ്ങൾക്കുള്ളാണേ. ഞാൻ കുറച്ച് വെക്കാം. തന്തയില്ലായ്മത്തരം കാണിക്കുന്ന പുണ്ടച്ചികളാണ് മനസ്സിലായി. എന്നാലും ഞാൻ കുറച്ച് 2-3 വായിക്കും. നീ ഊമ്പും ആണി. പിന്നെ നീ പറ്റുന്ന പണിക്ക് പോ. ഇത്ര പേരാ? പിന്നെ ഞാൻ പറയുന്നില്ല ഇതൊക്കെ നീ ഇതിന്റെ 4 ഇരട്ടി കേൾക്കാനാണ് ഈ വീഡിയോ ഇട്ടത്. എനിക്ക് ഇതിലെന്ത് ഞാൻ എന്ത് പറയാ? ഇതില് ഞാൻ ഇവിടെ ആരെയും പറഞ്ഞൊന്നും വിടില്ല. നീ പറ. എന്റെ ഫാൻസിന് സംസ്കാരമാണ് മയില്. നിന്നെ ഞാൻ അവിടെ വന്ന് കൊല്ലും. ഇതിന്റെ മുകളിൽ കണ്ടാ പോടാ കുണ്ണെ പോക്കിടന്ന് ഉറങ്ങടാ പാല് കുടിച്ചിട്ട്. ഇത് വേറെ വീഡിയോ പറഞ്ഞതിന് ആരും റിയാക്ട് ചെയ്തണം. മയില് നിന്നെ ഞാൻ അവിടെ വന്ന് കൊല്ലുമെന്ന്.
അപ്പൊ ആള് നല്ല സ്വഭാവത്തിന് ഉടമയായതുകൊണ്ടാണ് അങ്ങനത്തെ കമന്റ് ഒക്കെ ആൾക്ക് കിട്ടുന്നത്. ഓക്കെ, ബാക്കി എന്റെ PR വർക്ക് നടത്തിയിട്ട് എന്റെ റിക്വസ്റ്റിലേക്ക് വന്നത് അയക്കാൻ നാറി. നിന്റെ ഫാൻസിന് തീരെയും വിവരമില്ല. അതാണെങ്കിൽ 10-15 വയസ്സ്. നിനക്ക് വിവരം ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഒറ്റ കുഴപ്പമില്ല. ബാക്കിയുള്ളവന്റെ കുഞ്ഞിന്റെ ഫോട്ടോ ഇരിക്കുന്നിടത്ത് നിന്റെ ഫോട്ടോ വെട്ടി വെക്കുക, മറ്റേ സെലിബ്രിറ്റി അല്ലെങ്കിൽ ആക്ടേഴ്സ് അവരുടെ മറ്റേ ടൊവിനോടെ അവരുടെ കുഞ്ഞിന്റെ അവിടെ ഇവിടെയൊക്കെ നിന്റെ ഫോട്ടോ വെട്ടി വെക്കുക. എടാ വേണ്ട, തെറി ഉള്ള പിള്ളേരായിരിക്കും, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരം വേണല്ലോ. എടാ ഇനി മേലാല് എന്നെ വെച്ച് എന്നായിട്ട് റിയാക്ട് ചെയ്യാൻ നിന്റെ ചെള്ള ഞാൻ അടിച്ചു പൊളിക്കും. എന്റെ ഗെയിമിന് കാണിക്കുന്ന മറ്റുള്ളവരെ തെറി പറയുന്നത് എന്നെ പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്നെ പറയാൻ നിൽക്കണ്ട, നിന്റെ ചെപ്പടിച്ച് ഞാൻ പൊളിക്കും. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരുത്തന്റെ തല അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരുത്തൻ തല അടിച്ച് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ടുള്ള 10 വർഷം അവൻ കോമയിലായിരുന്നു. അവ അടിച്ചു പൊട്ടിച്ച് അവന്റെ തല. ആള് ഒരു കോമയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 വർഷം. ഇപ്പൊ അതിനുശേഷമാണ് ആളിങ്ങനെ ആയത്. മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ആളിങ്ങനെ ആയത്. ആ ഒരു അതിന്റെ ഇതാണ് മനസ്സിലായോ ബ്രോ? മനസ്സിലായി. ഇപ്പോഴാണ് കാര്യം എന്താണെന്ന് മനസ്സിലായത്. അപ്പൊ അതായിരുന്നു വിഷയം. ഓക്കെ ഓക്കെ. ഡയലോഗൊന്നല്ല കേട്ടോ. ഇനി എന്നെ കൊണ്ട് മറ്റേ പറയിപ്പിക്കരുത്. എന്താണ് അവന്റെ കയ്യില്? ഞാൻ അനക്ക് വിട്ടെന്ന നീ ഇന്നെ വേറെ ഏതോ ഒരു വീഡിയോ കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞേക്ക്. പിന്നെ എന്റെ ഫാൻ ബാക്കിയാണ് നിർത്തിക്കാള് ഇവിടെ വെച്ച് നിർത്തിക്കാള്. ഇനി ഇന്നെ വെച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇതിനെണ്ണം ചലഞ്ച് സ്റ്റാർ പറഞ്ഞ കേരളത്തിന്റെ ബ്രാൻഡാ. പിന്നെ ബ്രാൻഡ് അത് മാത്രം പോലെ നീ അത് മാത്രം പറയല്ലേ. ഞാൻ ഒന്നും പറഞ്ഞില്ല നിന്റെ അടുത്ത്. നീ അത് മാത്രം നീ പറയല്ലേ. നീ ആ വിജയ് എന്ന് പറഞ്ഞ പാവം മനുഷ്യനെ അപരാധിച്ച് ആ പാവം മനുഷ്യനെ നീ ഏറി കയറ്റി അങ്ങ് വിട്ട് നീ നീ അത് മാത്രം പറയല്ലേ. മനസ്സിലായ? നീ വേറെ എന്ത് വേണോ പറഞ്ഞോ, ബാക്കി പറ. മോനെ ഞാൻ ഭരണിപ്പാട്ട് എനിക്ക് പാടാൻ അറിയാത്തോണ്ടല്ലോ. ഭരണിപ്പാട്ട് അതെന്തോ ഇതല്ലേ? സായി പോപ്പി അല്ല, ഏത് മറ്റോ വന്നാലും എനിക്ക് പറയാൻ അറിയാം. അറിയാം. നമ്മളും കുറെ തെറി പറയാൻ അറിയത്തുണ്ട്. കുറെ ക്ഷമിക്കുന്നുണ്ട്. നാറി നിന്നെ പോലുള്ളമാരെ പേടിച്ചിട്ടല്ല, വേണ്ട വിചാരിച്ചിട്ട. ഉണ്ടോനോട് എന്താടാ മൈരെ പറയണ? ഒരു ഡയലോഗ് മര്യാദക്ക് പറയാ അറിയാവോ? എഴുതി വെച്ച് പറയടാ. വേണ്ട വിചാരിച്ചിട്ടാ. കളിക്കലോ രണ്ടാളാം നിന്റെ നെഞ്ചത്ത് കയറി നിക്കരുത്. അപരാധി മോനെ, നിർത്തിപ്പോടാ അവിടുന്ന്. ഇനി എന്നെ കൊണ്ട് ഇനി ഈ എണ്ണ ഞാൻ വരപ്പിക്കും കേട്ടോ. ഞാൻ പറയുന്നത് അവർക്ക് തന്തയില്ലായ്മത്തരം കാണിക്കും. അവരെ തന്തയായ നീ പറഞ്ഞു മനസ്സിലാക്കി. ഇനി പ്രശ്നമല്ലേ ഇത്? നിനക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ. ഞാൻ സെഞ്ചിടുവേ. അതെന്ത് ലാസ്റ്റ്? അയ്യോ തന്തയായ നീ പറഞ്ഞു മനസ്സിലാക്കി. ഇനി മേലാല് സെഞ്ചിടുവേ. എടാ മീശ ഇല്ലാത്ത തായോളി, എന്തറ ഇത് കുണ്ണേ? അല്ലാതെ ഇരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ കണ്ടോണ്ടിരിക്കാം. ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റൂലല്ലാടാ അപരാധി. ഇതെങ്ങനെ കാണും? ഇത് അപരാധ. ഇത് എന്തിത്? ഇത് വള്ളമാടാ. ഈ വള്ളം ഇന്നിറക്കും നീ. അപ്പൊ അണ്ണന്റെ കാര്യങ്ങൾ അയച്ച് അണ്ണ പറഞ്ഞ് എല്ലാരും ഇതാക്കിയിട്ടുണ്ട്. നിങ്ങള് എന്താന്ന് വെച്ചാ ഇത് ചെയ്യണം. നിങ്ങള് അയാളെ ഉപദ്രവിക്കാൻ പോവല്ലേ. ആള് വീട്ടിൽ കയറി പൂളും എല്ലാരെയും. ഞാൻ പറഞ്ഞേക്കാം. ആരും പ്രശ്നത്തിനൊന്നും പോവല്ലേ. ചലഞ്ചിങ് മുതിനണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ നിങ്ങളെ വീട്ടിൽ വന്ന് ഇടിക്കും. അപ്പൊ വേറെ പ്രശ്നങ്ങൾക്കൊന്നും ആരും പോവല്ലേ. ഇപ്പൊ ചെറിയ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പേടിച്ച് അണ്ണന്റെ ഇതില് എന്റെ 2 കാലും കൂട്ടി മുട്ടിയിട്ട് എനിക്ക് വയ്യ, നിക്കാൻ വയ്യ. അപ്പൊ
എല്ലാ അണ്ണൻ പറഞ്ഞ പോലെ അണ്ണനെ അടിക്കണം എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാൽ ഞാൻ വന്നിട്ട് അണ്ണൻ്റെ അടി കൊണ്ട് ഞാൻ ഇതാക്കിക്കോളാം കേട്ടാ. അപ്പൊ ശരി.